ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്. ആ ഡയറ്റ് സീരീസിന് ശേഷം ഇതുപോലെ ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിലത്തെ ലുക്കിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഡയറ്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ചെയ്യാറ്. അപ്പം അത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നാളെ മോളുടെ സ്കൂളിലൊരു ഫാഷൻ ഷോ ഉണ്ട്. അപ്പോൾ ഫാഷൻ ഷോയ്ക്ക് ഇവരുടെ തീം എന്ന് പറയുന്നത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്. അപ്പോൾ അതിന് ഞാൻ ഇവരുടെ സ്കൂളിൽ പരിപാടി വന്നിട്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം എന്തൊക്കെ പരിപാടിക്ക് ജോയിൻ ആവണമെന്ന്. അപ്പോൾ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കുന്നല്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു അത് കഴിഞ്ഞിട്ടാണ് അവർ ടീമും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, കഴിഞ്ഞ കൊല്ലം ഇതുപോലൊരു ന്യൂസ് പേപ്പർ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലൊരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഗാർബേജ് ബാഗ് വെച്ചിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. കുറച്ച് വീഡിയോസ് അവിടെ നിന്നൊക്കെ കുറച്ച് കണ്ടൊരു ഐഡിയ മനസ്സിലുണ്ട്. ഇനി അതിൽ കുറച്ച് എൻ്റേതായ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്താവും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇമാതിരി ക്രാഫ്റ്റ് പരിപാടിക്കൊന്നും എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളുടെയും ഒരു സന്തോഷമാണ്, നമുക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ ഏകദേശം ഒരു 4:30 തുടങ്ങിയിരുന്നിട്ട് ഒരു 10 മണിക്ക് ആയപ്പോഴാണ് ഇത് തീർന്നത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ നന്നായിട്ട് വരും എന്നൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല പല യൂട്യൂബ് വീഡിയോസ് കണ്ട് ഇത് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല, 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരിയായിട്ടൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗാർബേജ് ബാഗ് എടുത്ത് അതിൻ്റെ അടിയിൽ ലോക്കായിട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ഇതുപോലെ സൈഡും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫുള്ള് ലെങ്ത്തിൽ ഇതിങ്ങനെ എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ പാവാടയുടെ അരപ്പട്ട, അതായത് നമുക്ക് ഈ അരയുടെ ഭാഗത്തേക്കുള്ളതാണ് ഞാൻ ആദ്യം ഇതുപോലെ മടക്കി ചെറിയൊരു ഒരു പട്ട പോലെ, പട്ടയുടെ പീസൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാവാടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ ആക്കിയിട്ടു. അത് കഴിഞ്ഞ് വേറെ അടുത്ത പീസൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചുരുട്ടി എടുത്തിട്ട് ഇതുമ്മ ഇങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് നമുക്കൊരു ഫ്രില്ല് പോലെ വരണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതുമ്മ ഒരു സ്റ്റിക്കിംഗ് ആയിട്ടുള്ള ഗ്ലിറ്ററിങ് പേപ്പർ ഉണ്ടായിരുന്നു, അതായത് എൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ട്, അത് പൊളിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിയിരിക്കും. അപ്പോൾ ആ സാധനം വെച്ച് ഞാനതിങ്ങനെ ഇതുപോലെ കണ്ടോ ഒട്ടിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ അറ്റം വരെ, അതായത് നമുക്ക് ഫുള്ള് കവർ ചെയ്യുന്ന ഭാഗത്തിൽ അത്രയും നമ്മളിതിങ്ങനെ ഒട്ടിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പട്ടയിലേക്ക് ഇതുപോലെ ഫ്രില്ല്, അതായത് ചെറിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഇതിപ്പോൾ ഇതില്ല, ഈ ഒരു ഗ്ലിറ്ററിങ് സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരറ്റം തുടങ്ങി ഇപ്പുറത്തെ അറ്റം വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ഫുള്ളായിട്ട്, അതായത് ബാക്കിൽ എല്ലായിടത്തും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാവാട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ നമ്മൾ ഈ പശ വെച്ച് ഒട്ടിച്ചേക്കുന്ന സാധനങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മേ ഞാൻ ഓരോ സ്റ്റാപ്ലറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്താൽ കണ്ടോ നല്ല ഫ്രില്ലുള്ള ഒരു പാവാട പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പം ഇതിന് ഇത്തിരി കട്ടി കുറവാണ് കേട്ടോ. മീഷോന്നാണ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ടായത്, അതുകൊണ്ട് ഞാൻ തോന്നുന്നു ഇത്തിരി കട്ടി കുറവാണ്. അതിന് കുറച്ച് കട്ടിയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ പിള്ളേരല്ലേ നമുക്ക് കീറി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കട്ടി കുറവായതുകൊണ്ട് തന്നെ. അപ്പം ഇനി ഞാൻ ഇതുമേലേക്ക് കണ്ടതുപോലെ കുർക്കുറയുടെയും ലേസിൻ്റെയൊക്കെ ഈ എന്താ പറയണേ, ഈ പേര് എന്താ പറയണേ, ആ ലേബൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ വേസ്റ്റിൻ്റെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഇവരുടെ ഈ പാവാടയമേ അല്ലെങ്കിൽ ടോപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം അതുപോലെ പേപ്പർ ഗ്ലാസിൻ്റെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഐഡിയ ഉണ്ടെങ്കിൽ. എനിക്ക് ഈ വക ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അത് ഒത്തിരി സമയം എടുക്കുമായിരുന്നു ചെയ്യാൻ കേട്ടോ. പാവാടയ്ക്ക് എടുക്കുന്നേക്കാൾ സമയമാണ് എനിക്ക് ടോപ്പിന് എടുത്തത്. അത് ചെയ്യാനായിരുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ പാവാടയ്ക്ക് എടുത്തതിന് പാവാട ചെയ്യാൻ അത്രയധികം സമയം എടുത്തില്ല. പക്ഷേ ഈ ഒരു സാധനത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരാനായിരുന്നു എനിക്ക് കുറേ സമയം എടുത്തത്. പിന്നെ ഇതുപോലെ നമുക്ക് കട്ടിങ് തീരെ കുറവായതുകൊണ്ട് എനിക്കിത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അത് കീറി പോവുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫുള്ള് ഈ ഒരു ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച്
കുറച്ച് കട്ടിയായി, സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടിയായി, ചെറിയൊരു ഗ്ലേസിങ് പോലെ വന്നു. അങ്ങനെയൊക്കെ ആയതിന് ശേഷമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് നോക്കി, അവസാനം എന്തൊക്കെയോ ആയി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തൊക്കെയൊക്കെയോ കാണിച്ചത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ കുറച്ച് ചെറിയ വിശറി പോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ടും അതുപോലെ മിഠായി കടലാസ് വെച്ചിട്ട് ഇതുപോലത്തെ ചെറിയൊരു ബട്ടർഫ്ലൈ പോലത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാൻ പറ്റില്ല, ഇത് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഒട്ടിച്ചിട്ടിരിക്കുന്നില്ല, കാരണം ഓൾറെഡി സെല്ലോ ടേപ്പ് കൂടെ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും ഒട്ടിച്ചിട്ടിരിക്കുന്നില്ല. അപ്പോൾ സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടോ, നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേസ്റ്റ് ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോ കട്ട് ചെയ്തിട്ട് ചെറിയ ഫ്ലവേഴ്സ് പോലെ നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരുവിധം ഒക്കെ ആയി. ഞാൻ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയും അതുപോലെ കഴുത്തിലൊരു മാല, അതൊക്കെ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഹെയർ ബോയിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഫ്ലവേഴ്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. പിന്നെ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെടാ ഇതെന്താ സംഭവം എന്നുള്ളൊരു, ഇത്രയും വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുട്ടികളെല്ലാം കൂടെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഗ്രേഡ് 1 ന്യൂസ് പേപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. ന്യൂസ് പേപ്പറിൻ്റെ വെച്ചിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതൊക്കെ കാണണം, നല്ല രസമായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടി. കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരിത് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം പോലെ തോന്നി, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ. കാരണം നമുക്കിത് 2 ദിവസം മുന്നേ നമുക്ക് ഈ ഐഡിയ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ അവസാന നിമിഷം കിടന്ന് ഓടിയതുകൊണ്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് തോന്നി. കാരണം അവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവളത് ഇട്ടിട്ട് സ്റ്റേജിൽ മര്യാദയ്ക്ക് നടക്കാന്നുള്ളത് അത് ആൾ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആകാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അവിടെ ചെന്നപ്പോൾ വന്നു. കാരണം അത്രയും അടിപൊളിയായിട്ടായിരുന്നു പിള്ളേരൊക്കെ വന്നത് കേട്ടോ. ഇവിടെ വെച്ച് നമുക്ക് ഐഡിയക്ക് ഭയങ്കര വറ്റി വരണ്ടിരിക്കുമായിരുന്നെങ്കിലും അവിടെ ചെന്ന് ഓരോ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അയ്യോ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള എന്താ പറയണേ തിരയടിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഓരോരോ ഐഡിയകളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.